റിസോർട്ടിൻ്റെ റൂമിൻ്റെ ജനലിലൂടെ പുറത്തേക്ക് നോക്കുമ്പോൾ ആദ്യം കാണുന്നത് അങ്ങ് അകലെ നിൽക്കുന്ന കരിമനകളെയാണ്. എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാവിലെ തന്നെ റിസോർട്ടിന് മുമ്പിലുള്ള റോഡിലൂടെ കുറേ ദൂരം നടക്കാൻ തീരുമാനിച്ചു. തിരിച്ച് റിസോർട്ടിൽ വന്ന് പുറത്ത് പണിതിട്ടുള്ള സ്പൈറൽ സ്റ്റെയർ കേസിൻ്റെ ഭംഗി കാണുകയാണ്. അതെല്ലാം കഴിഞ്ഞ് ഡൈനിങ് ഹാളിൽ വന്നപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് എല്ലാവരും തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. കഴിക്കുന്നതിന് മുമ്പ് ഡൈനിങ് ഹാളിൽ നിന്ന് കുറച്ച് ഷോട്ട്സ് എടുക്കാൻ തീരുമാനിച്ചു. ഞങ്ങൾക്ക് ഇന്ന് പോകാനുള്ള ബസ് റെഡിയായി നിൽക്കുന്നു. ഒടുവിൽ ഞാനും കയറി. നല്ല ഫ്രണ്ട്ലിയായ ഡ്രൈവറോട് ഹൈ പറഞ്ഞ് ബസ്സിനുള്ളിലേക്ക് ഞാൻ എൻ്റെ സീറ്റ് തേടി പോവുകയാണ്. 2 ദിവസം അവധി കിട്ടിക്കഴിഞ്ഞാൽ ലോകം കാണാൻ വേണ്ടി ഇഷ്ടപ്പെടുന്ന നാട്ടുകാരുടെ കൂടെ ഈ പ്രാവശ്യം ഞാനും ചേർന്നു. ഒരു അവധിക്കാലമായതുകൊണ്ട് മുതിർന്നവരും കുട്ടികളും ഉൾപ്പെടുന്ന ചെറിയൊരു സംഘമായിരുന്നു ഈ യാത്രയിൽ ഉണ്ടായിരുന്നത്. ഇന്നലെ രാത്രിയിൽ തുടങ്ങിയ യാത്ര കാരണം പലരും യാത്രാക്ഷീണത്തിലും ഉറക്കച്ചടവിലുമാണ്. പുതിയ സ്ഥലങ്ങൾ തേടിയുള്ള യാത്രയിൽ കുറച്ചു കഴിയുമ്പോൾ എല്ലാവരും ഉന്മേഷവാന്മാരെ കാണുമെന്ന് കരുതുന്നു. നല്ലൊരു അടിപൊളി പാട്ടിട്ട് കൊടുത്താൽ കുട്ടികൾ ഡാൻസ് കളിക്കാൻ റെഡിയാണ്. അങ്ങനെ ബസ്സിനുള്ളിലെ യാത്രയുടെ വിരസത അകറ്റാം. അങ്ങനെ തമിഴ്നാട്ടിലെ ഏതോ മനോഹരമായ ഗ്രാമത്തിലൂടെ ഞങ്ങളുടെ യാത്ര തുടരുകയാണ്. ബസ്സിലെ വിൻഡോയിലൂടെ പുറത്തേക്ക് നോക്കുമ്പോൾ തമിഴ്നാട്ടിലെ പച്ചപ്പ് നിറഞ്ഞ മനോഹരമായ ഏതോ ഗ്രാമത്തിലൂടെയാണ് ബസ് പോകുന്നതെന്ന് മനസ്സിലായി. അവിടെ ഒരു അമ്പലം കാണാം. പണ്ടൊരു കാലത്ത് രാജകിങ്കരന്മാരും കുതിരക്കാൽപ്പാടുകളും നിറഞ്ഞിരുന്ന രാജവീതിയുടെ ഇരുവശത്ത് ഇന്ന് കച്ചവട കേന്ദ്രങ്ങളാണ്. ആ കാണുന്ന പത്മനാഭപുരം കൊട്ടാരത്തിൻ്റെ പ്രധാന കവാടം കഴിഞ്ഞ് കയറി ചെല്ലുന്നത് കൊട്ടാരത്തിൻ്റെ വിശാലമായ മുറ്റത്തേക്കാണ്. രാവിലെ തന്നെ കൊട്ടാരമുറ്റത്ത് ധാരാളം ടൂറിസ്റ്റുകളാണ് നിൽക്കുന്നത്. അങ്ങ് അവിടെ കാണാം ടിക്കറ്റ് കൗണ്ടറും ഒക്കെ. ടിക്കറ്റ് എടുത്ത് കൊട്ടാരത്തിനുള്ളിൽ കയറി. ആ കാണുന്നതാണ് പത്മനാഭപുരം കൊട്ടാരത്തിൻ്റെ പൂമുഖം. തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയിൽ തിരുവനന്തപുരം കന്യാകുമാരി റോഡിൽ തക്കലയിൽ നിന്നും 2 കിലോമീറ്റർ കിഴക്കായി സ്ഥിതി ചെയ്യുന്ന കൊട്ടാര സമുച്ചയമാണ് പത്മനാഭപുരം കൊട്ടാരം. AD 1592 മുതൽ 1609 വരെ തിരുവിതാംകൂർ ഭരിച്ച ഇരവിപ്പിള്ള ഇരവിവർമ്മ കുലശേഖര പെരുമാളാണ് AD 1601 പത്മനാഭപുരം കൊട്ടാര നിർമ്മാണത്തിന് തുടക്കമിട്ടത്. കേരളത്തിൻ്റെ തനത് വാസ്തുവിദ്യ ശൈലിയുടെ മകുട ഉദാഹരണമായ പത്മനാഭപുരം കൊട്ടാരം 6 ഏക്കറോളം വരുന്ന കൊട്ടാര വളപ്പിൽ സ്ഥിതി ചെയ്യുന്നു. ഏഷ്യയിലെ ഏറ്റവും വലിയ തടികൊണ്ടുള്ള കൊട്ടാരങ്ങളിൽ ഒന്നായ ഇത് കേരളീയ തച്ചുശാസ്ത്രത്തിൻ്റെ ഉത്തമ മാതൃകയാണ്. ഇന്ന് ഈ കൊട്ടാരം തമിഴ്നാട്ടിലാണെങ്കിലും കേരള സർക്കാർ പുരാവസ്തു വകുപ്പാണ് ഈ കൊട്ടാരം പരിപാലിക്കുന്നത്. തടിയും കല്ലും ഉപയോഗിച്ച് നിർമ്മിച്ച ഈ കൊട്ടാരത്തിൽ മനോഹരമായ കൊത്തുപണികളും ചുവർ ചിത്രങ്ങളും കാണാം. അതുപോലെയുള്ള ധാരാളം കൊട്ടാര ഭാഗങ്ങൾ ചേർന്നതാണ് ഈ കൊട്ടാര സമുച്ചയം. കൊട്ടാരത്തിനുള്ളിലൂടെ വളരെ അധികം ദൂരം നടന്നെങ്കിൽ മാത്രമേ കൊട്ടാരത്തിൻ്റെ മറ്റൊരു ഭാഗത്ത് എത്തിച്ചേരുകയുള്ളൂ. 1741 കുളച്ചിൽ യുദ്ധത്തിന് ശേഷമാണ് മാർത്താണ്ഡവർമ്മ രാജാവ് ഇന്ന് കാണുന്ന രീതിയിൽ കൊട്ടാരം പുതുക്കി പണിതത്. ഇനി കാണാൻ പോകുന്നത് ചൈനീസ് വ്യാപാരികൾ പത്മനാഭപുരം കൊട്ടാരത്തിന് നൽകിയ വലിയ ചൈനീസ് ഭരണികളാണ്. കൊട്ടാരത്തിലെ ഊട്ടുപുരയ്ക്ക് സമീപമുള്ള മുറിയിലാണ് വലിയ ഈ ചൈനീസ് ഭരണികൾ ഇപ്പോൾ ഉള്ളത്. കൊട്ടാരത്തിലെ വിശാലമായൊരു ഊട്ടുപുരയാണ് ഈ കാണുന്നത്. പത്മനാഭപുരം കൊട്ടാര സമുച്ചയത്തിനുള്ളിൽ അനവധി അനുബന്ധ മന്ദിരങ്ങൾ സ്ഥിതി ചെയ്യുന്നുണ്ട്. അവ വിവിധ കാലങ്ങളിലായി വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടി വിവിധ രാജാക്കന്മാരാൽ പണി കഴിക്കപ്പെട്ടവയാണ്. വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടി നിർമ്മിക്കപ്പെട്ട മന്ദിരങ്ങൾക്ക് സമീപത്തു കൂടിയാണ് നടപ്പാത കടന്നു പോകുന്നത്. പൂർണ്ണമായും കല്ലിലും തടിയിലും ഓടിലും നിർമ്മിച്ച മനോഹരങ്ങളായ മന്ദിരങ്ങളാണ് ഇവിടെയെല്ലാം കാണുന്നത്. കൊട്ടാരത്തിലെ സീലിങ്ങിലെ കൊത്തുപണികൾ വളരെ മനോഹരമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. വളരെ ക്ഷമയോടും സമയമെടുത്തും ചെയ്ത മനോഹരങ്ങളായ കൊത്തുപണികളാണ് ഇവയെല്ലാം. ഇത് കൊട്ടാരത്തിനുള്ളിലെ ഒരു നടുമുറ്റമാണ്. ഇതുപോലെ വളരെ നീളത്തിൽ അഴിയിട്ട വളരെ അധികം ഇടനാഴികളുണ്ട് കൊട്ടാരത്തിൻ്റെ പല ഭാഗങ്ങളിലും. പുരാതന കേരള വാസ്തുവിദ്യയുടെ നിർമ്മാണ രീതിയാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. ഇവിടെ നിന്നും ഇനി പോകുന്നത് കൊട്ടാരത്തിൻ്റെ മറ്റൊരു സെഗ്മെൻറ്റിലേക്കാണ്. കൊട്ടാരത്തിലെ പല സെഗ്മെൻറ്റുകളും പല പർപ്പസിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇനി കാണാൻ പോകുന്നത് ആദ്യം കണ്ട നടുമുറ്റത്തിൻ്റെ മുകളിൽ നിന്നുള്ള കാഴ്ചയാണ്.
നല്ല ഉയരത്തിൽ നിന്നുള്ളൊരു കാഴ്ചയാണ് ഇത്. ഇതുപോലെ അഴിയിട്ട ഭാഗത്തുകൂടി കൊട്ടാരത്തിൽ നിന്ന് പുറമെയുള്ള കാഴ്ചകൾ കാണാൻ സാധിക്കും. എന്നാൽ പുറമെ നിന്ന് കൊട്ടാരത്തിനുള്ളിലെ കാഴ്ചകൾ കാണാനും സാധിക്കുകയില്ല. ഇതൊരു ഉറക്കയറയാണ്. ആദ്യം കണ്ട അഴിയിട്ട ഭാഗമാണ് ഇവിടെ നിന്ന് നോക്കുമ്പോൾ അവിടെ കാണുന്നത്. 16-ാം നൂറ്റാണ്ട് മുതൽ തന്നെ ഈ കൊട്ടാരം ഓടുകൊണ്ട് മേഞ്ഞതായിരുന്നു. ഇവിടെ കാണാം ഡെക്കറേഷനൊന്നുമില്ലാത്ത സാധാരണ സീലിംഗ്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ കാണാം എത്ര വിശാലമായ സ്ഥലത്താണ് ഈ കൊട്ടാരം നിർമ്മിച്ചിട്ടുള്ളത് എന്ന്. താഴെ ഇടവഴിയിലൂടെ ആളുകൾ വരുന്നതും കാണാം. ആ കാണുന്ന ചെറിയ നടപ്പാലങ്ങളിലൂടെയാണ് കൊട്ടാരത്തിൻ്റെ ഒരു ഭാഗത്തു നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് പോകുന്നത്. ഇനി കാണുന്നത് അതിസങ്കീർണമായി സൂക്ഷ്മമായി കൊത്തുപണി ചെയ്തിട്ടുള്ള സീലിംഗാണ്. ഇവിടെയാണ് രാജാവ് ഉറങ്ങുന്ന ഉപ്പരിക്കമാളി എന്ന മുറി. ആ കാണുന്നതാണ് സപ്രപഞ്ച കട്ടിൽ എന്ന പേരിൽ അറിയപ്പെടുന്ന 64 തരം ഔഷധ മരങ്ങൾ കൊണ്ട് നിർമ്മിച്ച രാജകീയമായ കട്ടിൽ. ഇനി ചെല്ലുന്നത് കൊട്ടാരത്തിലെ ഛായാചിത്ര മുറിയിലേക്കാണ്. ഇവിടെ വളരെ അധികം ഛായാചിത്രങ്ങൾ ഉണ്ട്. ആ കാണുന്നതാണ് കൊട്ടാരത്തിലെ ടോയ്ലറ്റ്. ഇനി കാണുന്നത് പിന്നീട് പുതുക്കി പണിത കൊട്ടാരത്തിൻ്റെ ചില ഭാഗങ്ങളാണ്. അതുപോലെയുള്ള നിർമ്മിതികൾ കൊട്ടാര സമുച്ചയത്തോട് കൂട്ടിച്ചേർത്ത് നിർമ്മിച്ചിട്ടുള്ളത് കൊട്ടാരത്തിൻ്റെ പല പല ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടിയിട്ടാണ്. ഈ കൊട്ടാര സമുച്ചയത്തിനുള്ളിൽ രാജസഭ ചേരുന്നതിനുള്ള മന്ത്രശാല, അമ്മച്ചി കൊട്ടാരം, നാടകശാല, സപ്തസ്വരങ്ങൾ മുഴക്കുന്ന കൽത്തൂണുകൾ ഉള്ള സരസ്വതി മണ്ഡപം എന്നിവയെല്ലാം അടങ്ങിയതാണ്. ഇതുപോലെയുള്ള ജനലുകൾ കൊട്ടാരത്തിൽ അപൂർവമായിട്ടാണ് കാണുന്നത്. കൊട്ടാരത്തിനുള്ളിൽ തൊടാൻ പാടില്ലാത്തതും പ്രവേശിക്കാൻ അനുമതി ഇല്ലാത്ത സ്ഥലങ്ങളുമുണ്ട്. പല കാലഘട്ടങ്ങളിലായി തിരുവിതാംകൂർ രാജ്യം ഭരിച്ചിരുന്ന രാജാക്കന്മാരുടെ ഛായാചിത്രങ്ങളാണ് ഇവിടെയുള്ളത്. ഇവിടെയും കാണാം ഒരു ജനൽ. പണ്ട് കാലത്ത് കൊട്ടാരത്തിൽ നടന്നിട്ടുള്ള പല സുപ്രധാന സംഭവങ്ങളുടെയും ഛായാചിത്രങ്ങളാണ് ഇവിടെ വരച്ചു വച്ചിട്ടുള്ളത്. തിരുവിതാംകൂർ ഭരിച്ചിരുന്ന രാജാക്കന്മാരുടെ ഛായാചിത്രങ്ങളുമുണ്ട് ഇതിൽ. ഇവിടെ വന്നപ്പോൾ കൊട്ടാരത്തിൻ്റെ ഓപ്പണായ സ്ഥലത്തേക്ക് എത്തി. പൂർണ്ണമായും തേക്കിലും ഈട്ടിയിലുമാണ് ഈ കൊട്ടാരം നിർമ്മിച്ചിട്ടുള്ളത്. ഇത് കൊട്ടാരത്തിൻ്റെ വളരെ വിശാലമായൊരു മുറിയാണ്. ഇവിടെ ധാരാളം ജനലുകളും വാതിലുകളും കൊടുത്തിട്ടുണ്ട്. ഈ സ്റ്റെപ്പ് ഇറങ്ങിപ്പോകുന്നത് പുറകുവശത്തുള്ള വിശാലമായ വരാന്തയിലേക്കാണ്. വളരെ അധികം തൂണുകളുടെ സപ്പോർട്ടോടുകൂടി നിൽക്കുന്ന സീലിംഗ് കാണാൻ വളരെ മനോഹരമായിട്ടുണ്ട്. ഈ കാണുന്നതാണ് കൊട്ടാരത്തിൻ്റെ പുറകുവശത്തെ കാഴ്ച. ഇവിടെ കൊട്ടാരത്തിൻ്റെ പരിസരങ്ങളെല്ലാം വളരെ മനോഹരമായിട്ടാണ് ലാൻഡ്സ്കേപ്പ് ചെയ്തിരിക്കുന്നത്. ഇന്ത്യയിലെ മറ്റ് ഏതൊരു ആർക്കിയോളജിക്കൽ സൈറ്റിൽ ചെന്നാലും ഇതുപോലെ തന്നെ മനോഹരമായിട്ടാണ് ലാൻഡ്സ്കേപ്പ് ചെയ്ത് പരിപാലിച്ചു പോരുന്നത്. തിരുവിതാംകൂറിൻ്റെ തലസ്ഥാനം തക്കലയിലെ പത്മനാഭപുരത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് മാറ്റിയത് 1745 ആണ്. അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ മഹാരാജാവാണ് ഈ ചരിത്രപ്രസിദ്ധമായ മാറ്റം വരുത്തിയത്. കാരണം രാജ്യത്തിൻ്റെ ഭരണകാര്യങ്ങൾ കൂടുതൽ സുഗമമാക്കുന്നതിനും ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ആത്മീയ കാര്യങ്ങൾക്കും പ്രാധാന്യം നൽകിക്കൊണ്ടാണ് തലസ്ഥാനം തിരുവനന്തപുരത്തേക്ക് മാറ്റിയത്. രാജ്യം മുഴുവൻ ശ്രീ പത്മനാഭന് സമർപ്പിച്ച ശ്രീ മാർത്താണ്ഡവർമ്മ രാജാവ് തൻ്റെ ശേഷിച്ച ജീവിതം പത്മനാഭദാസൻ എന്ന നിലയിലാണ് തിരുവനന്തപുരത്ത് നിന്ന് ഭരണം നടത്തിയത്. ഇപ്പോൾ കാണുന്നത് പത്മനാഭപുരം കൊട്ടാരത്തിലെ കുളവും കുളിക്കടവുമാണ്. വലിയ വിശാലമായ സ്ഥലത്താണ് കുളം നിർമ്മിച്ചിട്ടുള്ളത്. എന്നാൽ ആർക്കും അങ്ങോട്ട് പ്രവേശനമില്ല. തിരുവനന്തപുരത്ത് നിന്ന് ഏകദേശം 40 കിലോമീറ്റർ അകലെ തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയിൽ തക്കല എന്ന സ്ഥലത്താണ് ഈ കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത്. തിങ്കളാഴ്ച ഒഴികെയുള്ള ദിവസങ്ങളിൽ രാവിലെ 9 മുതൽ വൈകുന്നേരം 4:30 വരെ സന്ദർശകർക്ക് പ്രവേശനമുണ്ട്. പ്രവേശന ഫീസ് 50 രൂപ. ഫോട്ടോയും വീഡിയോയും എടുക്കുന്നതിന് അഡീഷണൽ പൈസ വേറെ കൊടുക്കണം. ചരിത്രപ്രസിദ്ധമായ തക്കലയിലെ ഈ കൊട്ടാരത്തെക്കുറിച്ച് അറിയാനും പഠിക്കാനും ചരിത്ര വിദ്യാർത്ഥികൾക്ക് പറ്റിയ നല്ലൊരു കേന്ദ്രമാണ് ഇത്. ഇവിടെ വരുമ്പോൾ വീണ്ടും നമുക്ക് കാണാം പിന്നീട് നിർമ്മിച്ചിട്ടുള്ള കൊട്ടാരത്തിൻ്റെ ഭാഗങ്ങൾ. അതിൽ ചിലത് നാടകശാലകളുമാണ്. ഇതാണ് കൊട്ടാരത്തിലെ കിണർ. അങ്ങനെ മനോഹരമായി ലാൻഡ്സ്കേപ്പ് ചെയ്തിട്ടുള്ള സ്ഥലത്തിൻ്റെ ഇടയിലൂടെയുള്ള ഇടവഴിയിലൂടെ കൊട്ടാരത്തിൻ്റെ മുൻഭാഗത്ത് എത്തിച്ചേർന്നു. വളരെ അധികം ചരിത്ര സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുള്ള കൊട്ടാരമുറ്റമാണ് ഇത്. ഈ കൊട്ടാരം നൽകിയ അറിവും അനുഭവങ്ങളുമായി
സാവധാനം ഇവിടുന്ന് പോകാൻ തീരുമാനിച്ചു. വളരെ മനോഹരമായ ഒരു സ്ഥലത്താണ് ഈ കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത്. അങ്ങ് ദൂരെ ഒരു മലനിരയും കാണാം. ഇപ്പോൾ കടകളൊക്കെയുള്ള ആ പഴയ രാജവേദിയിലൂടെ അടുത്ത ഡെസ്റ്റിനേഷൻ ലക്ഷ്യമാക്കി യാത്ര തുടരുകയാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.